ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എവിടെ നോക്കിയാലും ഈ ഒരു ഡിസൈനാണല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ ഒരു വെൽവെറ്റിൻ്റെ ക്രോപ്പ് ടോപ്പും ഫുൾ സ്കേർട്ടും ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട് ഞാനിതുപോലെ ഒരു ട്രേസിങ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഡിസൈനും നമുക്ക് നേരിട്ട് ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫാബ്രിക് നല്ല വില കൂടിയ ഫാബ്രിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് ഫാബ്രിക് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറേ വേസ്റ്റേജ് വരും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ട്രേസിങ് പേപ്പറോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലോ നമ്മൾ ആദ്യം ഈ ഒരു മോഡൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു പാറ്റേൺ മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. നമ്മൾ ഫാബ്രിക്കിൽ രണ്ടായിട്ട് മടക്കി എടുക്കുന്നത് പോലെ എടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത്തും വിടുത്തൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇത് നേരിട്ട് നമ്മൾ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് പിന്നെ അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 3 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. 10 ഇഞ്ചസാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ 10 ഇഞ്ചസ് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഈ ഒരു ഭാഗത്തും താഴെ ഭാഗത്തും എല്ലാം നമുക്ക് സീം അലവൻസ് കൂടി വേണം. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ സീം അലവൻസ് ആണ് കേട്ടോ. മുകൾ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗം നമുക്ക് 1/2 ഇഞ്ചാണ് സീം അലവൻസിന് വേണ്ടിയിട്ട് വരിക. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ എന്ന് പറയുന്നത് നമുക്ക് മടക്കി തയ്ക്കാൻ വേണം. അപ്പോൾ ഒരു 1.5 ഇഞ്ചസും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് 12 ഇഞ്ചസാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് 10 ഇഞ്ചസ് ആയിരുന്നു. അതിലേക്ക് 2 ഇഞ്ചസ് ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ഒരു 2 ഇഞ്ചസ് എക്സ്ട്രാ നമ്മൾ എപ്പോഴും എടുക്കണം കേട്ടോ. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാനിതുപോലെ ലൈനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഷോൾഡർ ലെങ്ത്ത് എനിക്ക് 7 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 7 ഇഞ്ചസിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പം ഇവിടെ 3.5 ഇഞ്ചസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് അവിടെയും സീം അലവൻസ് വേണം. അപ്പോൾ 3.5 ഇഞ്ചിക്ക് നമുക്ക് 1/2 ഇഞ്ച് രണ്ട് സൈഡിലും കൊടുക്കുമ്പോൾ 4 ഇഞ്ചസായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ലെങ്ത്തും നോക്കുമ്പോഴും കറക്റ്റ് കൊടുക്കാതെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ. സീം അലവൻസും കൂടി നമ്മളെപ്പോഴും മനസ്സിൽ വേണം. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത്തും ഞാനൊരു 5 ഇഞ്ചസായിട്ട് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊരു എൽ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ കർവ് ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ കുട്ടികളാണ്, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയാണ് നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്ത് 20 ഇഞ്ചസാണ് കേട്ടോ. അപ്പം നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ 5 ഇഞ്ചസായിരിക്കും ഒരു സൈഡിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു 5 ഇഞ്ചസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സീം അലവൻസും അതുപോലെ തന്നെ ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് 1/2 ഇഞ്ചസ് മതി. പക്ഷേ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ലൂസ് ചെയ്ത് കൊടുക്കാനും സീം അലവൻസും കൂട്ടിയിട്ട് 1.5 മുതൽ 2 ഇഞ്ചസ് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് വീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ ലൂസ് ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് 4.5 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നമ്മൾ 5 ഇഞ്ചസായിരുന്നു. അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം താഴെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ നോർമൽ ഒരു യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് സീം അലവൻസ് ആയിട്ട് പോകും കേട്ടോ. ഈ ഒരു ഭാഗം അതുപോലെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച്, സൈഡിൽ ഒരു 1/2 ഇഞ്ച്, അതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് മെഷർമെൻറ്റ്സ് ഉണ്ടാവുക, ബാക്കിയൊക്കെ സീം അലവൻസ്. അപ്പോൾ ഈ സീം അലവൻസ് നമ്മൾ മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നോർമൽ എങ്ങനെയാണ് ഒരു ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു പാറ്റേണിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഈ പേപ്പറിനെ ടോട്ടൽ 2 പീസായിട്ട് മടക്കിയിട്ടാണല്ലോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 പീസ് ഒരുപോലെയുള്ള 2 പീസ് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒന്നിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുക. അപ്പോൾ ഈ ഒരു 2 പീസിൽ നിന്നും നമുക്ക് ഓരോ പീസായിട്ട് മുകളിലത്തെ പീസും അതുപോലെ താഴെയുള്ള പീസും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനാണ് 2 പീസായിട്ട് ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫാബ്രിക്കിൽ നേരിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫാബ്രിക് വേസ്റ്റായിട്ട് പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പേപ്പറിൽ വെക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ടോട്ടൽ വിഡ്ത്തായിട്ട് 4 ഇഞ്ചസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് 2 ഇഞ്ചസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ആ 2 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹൈ നെക്ക് കോളറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം ഡീപ്പ് എടുക്കണ്ട. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഡീപ്പാണ് വേണ്ടത്. അതുപോലെ തന്നെ 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പും കൂടി പോയാൽ നമുക്ക് 1 ഇഞ്ചായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഈ ഒരു ഭാഗം നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് പോവും. അപ്പോൾ അവിടുന്ന് താഴേക്ക് പിന്നെ 1 ഇഞ്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ കണക്ക് കൂട്ടിയിട്ട് വേണം. ഇങ്ങനെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് താഴേക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയൊരു കർവായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് നോർമൽ എങ്ങനെയാണോ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാറുള്ളത് അതുപോലെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി ഈ ഒരു 3 വയസ്സായ കുട്ടികൾക്കൊക്കെ 4 ഇഞ്ചസാണ് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുക. പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മുകളിലും പോകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3.5 ഇഞ്ചസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 4 ഇഞ്ചസ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു കട്ടിങ് വരുന്നുണ്ടല്ലോ, നമ്മളെ ബോഡി പാർട്ട് കാണുന്ന ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ അത് കിട്ടാനാണ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ആം ഹോളിൻ്റെ കെർവിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് പിന്നെ ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കർവ് ആ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ താഴെ വരുന്നൊരു പാർട്ട്. ഇത്രയും ഭാഗമാണ് നമുക്ക് താഴെ പ്ലെയിനായിട്ട് വരുന്നൊരു ഭാഗം. ഇനി നമുക്ക് മുകളിൽ 2 ഷോൾഡറിൻ്റെയും 2 സൈഡിലായിട്ട് അത്യാവശ്യം നല്ല വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് വെക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉള്ള ഒരു മെഷർമെൻറ്റ്സാണ് കേട്ടോ ഇനി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നെക്കും ആം ഹോളിൻ്റെ ആ ഒരു സൈഡും കൂടെ ആണ് ഈ ഒരു പാറ്റേൺ മെഷർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒറ്റ പീസിൽ ഇതുപോലെ 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം തന്നെ 2 പീസ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ആം ഹോളിൻ്റെ താഴെ ഭാഗത്തേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ ആ ഒരു വർക്ക് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഞാനിവിടെ നമുക്ക് മുകളിൽ കുറച്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു കോർണറിലേക്ക് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്യാപ്പ് വേണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എഡ്ജിലേക്ക് അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. പക്ഷെ ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ, കോളറിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ്, 1/2 ഇഞ്ച് ഗ്യാപ്പ്. ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 1 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു ജോയിൻറ്റിലേക്ക് ഇതുപോലെ കർവായിട്ട്, ലൈനായിട്ടല്ല കേട്ടോ, കർവായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗമാണ് നമുക്ക് വർക്ക് മെറ്റീരിയൽ വരുന്ന ഭാഗം കേട്ടോ. ഇനി നമുക്ക് നേരിട്ട് വർക്ക് മെറ്റീരിയലിലേക്ക് ഇത് ട്രേസ് ചെയ്തിട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫാബ്രിക് ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് നെക്കിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ആണ് കേട്ടോ വരുന്നത്, നമ്മുടെ സ്കിന്ന് കാണുന്ന രൂപത്തിലാണ്. ഈ ഒരു ഭാഗം നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് മുകളിലും താഴെയും 2 സൈഡിലും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ 2 പീസിൽ കട്ട് ചെയ്തെടുക്കുന്നത്.
ആദ്യം ഞാനിവിടെ നെക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാതെ നമുക്കൊരു 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം ഉള്ളിലേക്ക് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെയും നമ്മൾ ആ സ്റ്റിച്ചിങ് ലൈന് ഉള്ളിലേക്ക് ഒന്നും കൂടിയും പോയിട്ട് നമ്മുടെ നെക്ക് വൈഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എപ്പോഴും നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാറ്. അതുപോലെ ഈ ഒരു പീസും നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആ മാർക്ക് ചെയ്തതിൽ നിന്നും എങ്ങോട്ടാണോ ഇതുപോലെ 1/4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊരു ലെങ്ത്ത് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡിലേക്കുള്ള പീസ് ഉണ്ടല്ലോ, ഇതുപോലെ നടുവിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കോളർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൈഡിലേക്കുള്ള പീസ് വരുന്നത്. ഇനി നമുക്ക് താഴേക്ക് വരുന്ന ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2.5 ഇഞ്ചസ് ആയിരുന്നു ആദ്യം അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എങ്ങനെയാണോ മാർക്ക് ചെയ്തത് ചെറിയൊരു കർവിൽ അതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ചെറിയൊരു ഭാഗം ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ 2 പീസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഈ ഒരു ഷോൾഡർ പീസ് ഉണ്ടല്ലോ, സൈഡിൽ വരുന്ന ആ 2 പീസും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നോക്കി നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ ഇനി നമുക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം കണ്ടില്ലേ, ചെറിയൊരു ഓപ്പണും വന്നിട്ടുണ്ട് സൈഡിലേക്കും. അതുപോലെ ഈ ഒരു ഭാഗം നമുക്ക് നെക്കിൻ്റെ ഭാഗം കോളറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒറ്റ പീസിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്ക് തയ്യൽ തുമ്പും കൂടി ആവശ്യം വരും. അപ്പോൾ അത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫാബ്രിക് ലെങ്ത്ത് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ 2 പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫാബ്രിക്കിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. അതിലേക്ക് വർക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഷോൾഡറിൻ്റെ അവിടെയും സ്ലീവ്സും ഈ ഒരു വർക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റേത് നമുക്ക് സൈഡിലേക്ക് ചെറുതായിട്ടൊരു 2 സൈഡിലേക്കല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സ്ലീവ്സിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് നമുക്കിതിൽ ഫുൾ സ്ലീവ്സാണ് വരുന്നത്. 11 ഇഞ്ചസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പിനും കൂടിയും കൂട്ടിയിട്ട് ഒരു 13 ഇഞ്ചസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പിന് വിട്ടു, എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് 11.5 ഇഞ്ചസാണ് എടുക്കുന്നത്. നമുക്ക് ഷോൾഡറിൻ്റെ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് 1/2 ഇഞ്ച് മതി. ഈ ഒരു ഭാഗത്ത് 1.5 ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമുക്കൊരു 2.5 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു കർവായിട്ട് ഒരു സ്ലീവ്സിൻ്റെ ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഞാൻ ലൈനായിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ഭാഗമാണ് നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ സ്ലീവ്സിലും ആ 2 സൈഡിലും ആണല്ലോ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ സ്ലീവ്സിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്ലീവ്സ് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ 2 സൈഡിലും ആ ഒരു വർക്ക് വരുന്നൊരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം ട്രേസ് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണോ വേണ്ടത്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നല്ല ഫാബ്രിക്കിൻ്റെ മുകളിൽ ആ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗം തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോയാൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമുക്ക് എന്താവും ആ ഒരു ഭാഗം നമുക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മാറിപ്പോകും കേട്ടോ. അപ്പോൾ സെയിം ആയിട്ട് ഇതുപോലെ വെച്ചാൽ 2 ഭാഗത്തും ലെഫ്റ്റായിട്ടും കിട്ടുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ്. കറക്റ്റാക്കിയിട്ട് ഏത് ഭാഗമാണോ വേണ്ടത് അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് ടോട്ടൽ 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ സെയിം ബാക്കിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ നോർമലായിട്ട് യോക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ
ഫ്രണ്ടിലുള്ള ആ ഡിസൈന് ബാക്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കട്ടിങ് ആണ് കേട്ടോ. ഈ ഒരു ചെറിയ പീസ് നീങ്ങി പോവാതെ കട്ട് ചെയ്തെടുക്കണമല്ലോ. അതുപോലെ ഇതിൻ്റെ ലൈനിങ് സാറ്റിനും അതിലേക്ക് ലൈനിങ് വീണ്ടും ക്രേപ്പിൻ്റെ ലൈനിങ്ങും ഇങ്ങനെ 3 പീസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇത് മുഴുവനും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഇതിപ്പം ഒരു കർവൊക്കെ ആയിട്ടായതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ വർക്ക് മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം ഇതാണ് എനിക്കിതിൽ മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലൈനിങ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സാറ്റിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ക്രേപ്പിൻ്റെ ലൈനിങ് കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് 4 പീസ് വേണം എല്ലാം. അപ്പോൾ ഇതുപോലെ ഞാൻ 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് പീസ് മാറിപ്പോകും കേട്ടോ. ലെഫ്റ്റ് തന്നെ നമ്മൾ 2 കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. ഇനി നമുക്ക് ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് യോക്കിൻ്റെ താഴെ വരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, ഒരു പ്ലെയിനായിട്ട്, അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫാബ്രിക്കിനെ 2ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ നമുക്ക് ഹുക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണോ ഈ ഒരു പീസ് മെഷറൊന്നും ചെയ്തെടുക്കാനില്ലല്ലോ. അപ്പോൾ നമുക്കിതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് ആ ഒരു ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിൽ ഹുക്ക് വരാനുണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ആ ഒരു ഹുക്കിന് വേണ്ടിയിട്ടുള്ള മടക്കി തയ്ക്കാനുള്ളത് നമുക്ക് ഗ്യാപ്പ് ഇടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാബ്രിക്കിനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ ഈ മിഡിൽ ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഹുക്കിന് വേണ്ടിയിട്ട് നമുക്ക് മടക്കി തയ്ക്കാൻ അവിടെ പോവും കേട്ടോ. ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇതൊക്കെയാണ് ടോപ്പിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ താഴെ വരുന്ന ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് 2 ഷോൾഡറിൻ്റെ സൈഡിലേക്കും ഈ ഒരു വർക്ക് മെറ്റീരിയൽ നമ്മൾ യോക്ക് ആ ഒരു ആം ഹോൾ ഉണ്ടല്ലോ അത് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ലൈന് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ 2 സൈഡിലും ഇതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് വരിക കേട്ടോ. ഇതുപോലെ വെക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം കൂടി കറക്റ്റ് ആക്കിയിട്ട് വെക്കട്ടെ. നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ആ നെക്കിൻ്റെ ഒരു വിഡ്ത്ത് അവിടെ വരേണ്ടത്. പിന്നെ നമ്മൾ നെക്കിൻ്റെ ഭാഗം കോളറുമായിട്ട് കൂട്ടി തയ്ക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പം ഇത് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുള്ളവർ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസും സാറ്റിൻ പീസും അതുപോലെ വർക്ക് മെറ്റീരിയലും ഞാൻ 4 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു യോക്കിൻ്റെ ഭാഗം നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷനായി തോന്നിയാലും ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.